Hey guys, welcome back. അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് അല്ല, ലോങ് ബ്രേക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റേതായ കുറച്ച് ലൈഫ് ബിസി ആയിപ്പോയി, അങ്ങനെ വീഡിയോ ഒന്നും ഇടാൻ പറ്റാതെ പോയത്. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം വെറുതെ ഇരിക്കുന്ന സമയത്ത് നേരെ പുതുവൈപ്പിൻ ബീച്ചിൽ പോവാണ്. ഞാൻ അവിടെ പോയിട്ടില്ല, അപ്പം അങ്ങനെയാണ് ചുമ്മാ പുതുവൈപ്പിൻ തൊട്ടടുത്ത് തന്നെ, ഓൾമോസ്റ്റ് ഒരു 15 കിലോമീറ്റേഴ്സ് ഉള്ളൂ. അപ്പം അങ്ങനെയാണ് വിചാരിച്ചത്, എന്നാൽ പുതുവൈപ്പിൻ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാട്ടോ. കണ്ടെയ്നർ റോഡ് വഴി സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇതൊരു ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ്. നമ്മളെല്ലാവരും മിക്കപ്പോഴും അവിടെ വണ്ടി നിർത്തി നോക്കാറുണ്ട്. അതിന് തൊട്ട് മുമ്പ് തന്നെയാണ് പിഴലാപ്പാലം തന്നെ, അതും ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ശരിക്കും ഗോശ്രീ പാലം വഴി സഞ്ചരിക്കുമ്പോഴേ നമുക്ക് കൊച്ചിയുടെ റിയൽ ബ്യൂട്ടി എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് ഈ സിറ്റി എപ്പോഴും യൂറോപ്യൻ ടച്ചും ഉണ്ട്. ഒരു കാലത്ത് അവരായിരുന്നല്ലോ ധരിച്ചിരുന്നത്, അതുകൊണ്ടാവാം. അങ്ങനെ ഞങ്ങൾ കൊച്ചിയുടെ മനോഹാരിതയെല്ലാം ആസ്വദിച്ച് പുതുവൈപ്പിൻ ബീച്ചിലെത്തി. പുതുവൈപ്പിൻ ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്ത്യൻ ഓയിലിന്റെയും BPCLന്റെയും ഒരു കൃത്യം നടുക്ക് കിടക്കുന്ന ഒരു 100 മീറ്റർ ബീച്ചും ആണ് പുതുവൈപ്പിൻ ബീച്ച്. അതിന്റെ തൊട്ട് പുറകെ തന്നെയാണ് ലൈറ്റ് ഹൗസും വരുന്നത്. നല്ല ഭംഗിയുണ്ട് ലൈറ്റ് ഹൗസ് കാണാൻ. ബീച്ചിന്റെ തൊട്ട് ബാക്കിൽ തന്നെ ഞാൻ സ്പോട്ട് ചെയ്താണ് ഇതൊരു ഫ്രഷ് വാട്ടർ ബോഡി. ഇത് പുഴയാണോ കുളമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ഇത് നല്ല ഫ്രഷ് വാട്ടറാണ് ഇത് കാണുമ്പോൾ. നല്ല രസമുണ്ട്, കാരണം തൊട്ടപ്പുറത്ത് സോൾട്ട് വാട്ടറും ഇപ്പുറത്ത് നല്ല ഫ്രഷ് വാട്ടറും. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ എനിക്ക് പോകാനുള്ള വണ്ടി എത്തി. പുതുവൈപ്പിൻ ബീച്ചിന് ശേഷം ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള വളപ്പ് ബീച്ചിൽ പോയി. നല്ല ഭംഗിയുണ്ട് ആ ബീച്ച് കാണാൻ. കപ്പിൾ ഫ്രണ്ട്ലി ബീച്ചാണ്, മുഴുവൻ പൈൻ ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ അവിടെ സ്പോട്ട് ചെയ്ത ഒരു പ്രത്യേകതരം മെഷീനാണ്. ഇതൊരു മാൻമെയ്ഡ് മെഷീനാണ്, കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ എന്തായാലും നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു ടെക്നിക്കൽ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഇത് ഉണ്ടാക്കിയത്. ഞങ്ങൾ അങ്ങനെ ബീച്ച് സൈഡ് പിടിച്ച് തന്നെ ചെറായി ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എനിക്കെന്തോ വൈപ്പിൻ റോഡിലേക്ക് പോകുന്ന ഇഷ്ടമല്ല, ഭയങ്കര ട്രാഫിക്കും ബ്ലോക്കും ആണ് എപ്പോഴും. ബീച്ച് സൈഡാണ് ഈ ബീച്ച് കണ്ടുകൊണ്ട് പോകാമല്ലോ. പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ സാധിച്ചില്ല, കാരണം പല സ്ഥലങ്ങളിലായി പോകുന്ന വഴി മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. മണ്ണ് റോഡിലോട്ട് കയറി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെയും തിരിച്ച് ഹൈവേയിലോട്ട് തന്നെ പോകേണ്ടി വന്നു. ഞങ്ങളങ്ങനെ ചെറായി ബീച്ചിലെത്തി. ബീച്ചിലൊന്നും ഞങ്ങളങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാറില്ല, കാരണം ഇത്തിരി ക്രൗഡായിരിക്കുമല്ലോ. ഞങ്ങൾ എപ്പോഴും ബീച്ചിൽ പോയാൽ കയറുന്ന ഒരു കഫേ ഉണ്ട്, ചിൽ ഔട്ട് കഫേ.
ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ആംബിയൻസ് തന്നെയാണ് ഇവിടുത്തെ. ബീച്ചിലെ കാറ്റും കൊണ്ട് ഒരു കാപ്പിയെല്ലാം കുടിച്ചിരിക്കാൻ നോക്കവിടെ. വളരെ നല്ലൊരു ആംബിയൻസ് തന്നെയാണത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ സ്പോട്ട് ചെയ്യുന്നത് ഫോറിനേഴ്സിനെ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് കപ്പിൾസിനെയും കാണാം. നല്ല ബീച്ചിൽ നിന്നുള്ള കാറ്റടിക്കുന്നുണ്ട്, കടൽ കാറ്റ്. രാത്രി സമയം നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും ഓർഡർ ചെയ്യുന്നത് ഒരു ക്യാപ്പിച്ചിനോ തന്നെയാണ്. കടൽക്കാറ്റും ക്യാപ്പിച്ചിനും ഒരു ഒന്നൊന്നര വൈബ് തന്നെയാണത്. താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്.